ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിറ്റിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചായിട്ടാണ് നോക്കിയത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് കമാൻഡ്സുകൾ, അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് ഈ കമാൻഡുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ കൺസെപ്റ്റിൻ്റെ വീഡിയോ കാണാത്തവരെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഹൈലി റെക്കമെൻഡഡ് വീഡിയോ ആണ്. അതെന്തായാലും പോയി കണ്ട ശേഷം ഇങ്ങോട്ട് വരിക. അതിൽ പറയുന്ന കൺസെപ്റ്റുകൾ മാക്സിമം മനസ്സിലാക്കാൻ നോക്കുക. അതിൻ്റെ ഐഡിയ ഏകദേശം നിങ്ങളുടെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോകളൊക്കെ വളരെ എളുപ്പമായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ടെർമിനൽ എടുക്കുക. കമാൻഡ് പ്രോംപ്റ്റോ ബാഷോ എന്താ വെച്ചാൽ ടെർമിനൽ എടുക്കുക. സോ ടെർമിനലിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ടെർമിനലിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വേണ്ടവർക്ക് ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ടെർമിനൽ എടുത്ത ശേഷം ടെർമിനലിനടുത്ത് ഗിറ്റ് എന്നടിക്കുക. സോ ഗിറ്റ് നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി എന്നാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് കാണാൻ പറ്റിയില്ല, അങ്ങനത്തെ വല്ല മെസ്സേജോടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടില്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് അർത്ഥം. ഓക്കെ, സോ നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ലിസ്റ്റ് ഓഫ് കമാൻഡ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗിറ്റ് -- വെർഷൻ അടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഗിറ്റിൻ്റെ വെർഷൻ പ്രിൻ്റ് ചെയ്യും. സോ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. ഇനി ഗിറ്റ് ഇല്ലാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്. സാധാരണ നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ തന്നെയുള്ളൂ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും. സോ ഗിറ്റിൻ്റെ വെബ്സൈറ്റ് പോവുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഓക്കെ, നമ്മൾ ഗൂഗിളിൽ ഗിറ്റ് അടിക്കുക. ഗിറ്റ് അടിച്ചതിൻ്റെ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ അതിനകത്ത് ഡൗൺലോഡ്സ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഡൗൺലോഡ് ലിങ്ക് കാണിച്ചു തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ മാക്ക് ആയതുകൊണ്ട് മാക്കിൻ്റെ ഡൗൺലോഡ് ലിങ്കാണ് കാണിച്ചു തരുന്നത്. സോ അല്ലെങ്കിൽ ഇവിടെ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. സോ ഇതിനകത്ത് മാക്കിൽ വേണോ വിൻഡോസിൽ വേണോ ലിനക്സിൽ വേണോ ഏതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാക്ക് ആണെങ്കിൽ മാക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതായിരിക്കും മാക്കിൽ നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. അതിനകത്ത് ഹോം ബ്രൂ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ മാക്കിലുണ്ടാവും. ബ്രൂ -v എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഹോം ബ്രൂവിൻ്റെ വെർഷൻ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഹോം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഹോം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ മാക്കിനകത്ത് ഹോം ബ്രൂവിനകത്ത് പോവുക. ഈ കമാൻഡ് ടെർമിനലിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഹോം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്യും. വൺസ് ഹോം ബ്രൂ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂ ഇൻസ്റ്റാൾ ഗിറ്റ് ഇരട്ട കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആവും. ഈ ഒരു കമാൻഡ് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഇൻസ്റ്റാൾ ആവും. ഇനി ലിനക്സിലാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റം ഉബുണ്ടു ആണെങ്കിൽ apt get install git അടിക്കുക. ഫെഡോറ ആണെങ്കിൽ install git അടിക്കുക. ഇനി ബാക്കിയുള്ള ലിനക്സ് ഫ്ലേവേഴ്സാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഏതാച്ചാൽ അതടിക്കുക. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടെർമിനൽ ചെയ്ത് കഴിഞ്ഞാൽ ലിനക്സിലും ഇൻസ്റ്റാൾ ആവും. വിൻഡോസിൽ സാധാരണ ഇൻസ്റ്റാളറാണ് കിട്ടുന്നത്. ഇപ്പോൾ വിൻഡോസിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത പാടെ നമുക്ക് ഡൗൺലോഡ് ആവും. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ചിട്ട് ഡൗൺലോഡ് ആവും. ഓക്കെ, ഇതിപ്പോൾ മാക്ക് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്ത സാധനം ഡബിൾ ക്ലിക്ക് ചെയ്യുക. സാധാരണ ഇൻസ്റ്റാളർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ഈ പാത്തിൻ്റെ കാര്യം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പവർ ഷെല്ലിലൊക്കെ ഗിറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഗിറ്റിൻ്റെ ഒപ്പം ഒരു ഗിറ്റ് ബാഷ് ഇൻസ്റ്റാൾ ആവും. അത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഗിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗിറ്റിൽ എഡിറ്റർ ഏതാ വേണ്ടുന്നൊരു ചോദ്യം ചോദിക്കും. അങ്ങനെ അതിൽ വിം സെലക്ട് ചെയ്യുക. വിം ഏത് ഇഷ്ടമുള്ള കൊടുക്കാം, നോട്ട് പാഡ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ വിം സെലക്ട് ചെയ്താലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും മാക്കായാലും ലിനക്സിലൊക്കെ വിമ്മാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിന് വേണ്ടി പുതിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വിമ്മിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കമാൻഡുകൾ മാത്രം പഠിച്ചാൽ നമുക്ക് ഗിറ്റ് ഉപയോഗിക്കാം. സോ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. സോ അതും കാണുക. എല്ലാം ഡീഫോൾട്ടായിട്ട് ഇതൊക്കെ തന്നെയായിരിക്കും സെറ്റായി കിടക്കുന്നുണ്ടാവുക. ഒന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് സൂചിപ്പിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ് ഇൻസ്റ്റാൾ ആയി. വൺസ് ഗിറ്റ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ പവർ ഷെല്ലോ അല്ലെങ്കിൽ ഗിറ്റ് ബാഷോ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഏതിൽ വേണമെങ്കിൽ കൊടുക്കാം. പവർ ഷെല്ലാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മുടെ VS കോഡിനകത്തൊക്കെ പവർ ഷെല്ല് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ പവർ ഷെൽ എടുക്കുക. അല്ലെങ്കിൽ മാക്ക് ആണെങ്കിൽ ടെർമിനൽ എടുക്കുക. ലിനക്സ് ആണെങ്കിലും ടെർമിനൽ അല്ലെങ്കിൽ ബാഷ് പ്രോംപ്റ്റ് ഇതേപോലത്തെ ഒരു വിൻഡോ എടുക്കുക. എന്നിട്ട് ഗിറ്റ് അടിച്ച് നോക്കുക. സോ ഇപ്പോൾ ഗിറ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഗിറ്റിൻ്റെ വെർഷൻ കിട്ടും. ഗിറ്റിൻ്റെ കമാൻഡ് നോക്കാൻ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം. സോ കാരണം ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ കോഡ് ഗിറ്റുമായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കമാൻഡുകൾ കുറച്ചും കൂടിയും റിയൽ ലൈഫ് യൂസേജ് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഈ കമാൻഡുകൾ കുറച്ചും കൂടി എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം. സോ ആ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. അതായത് codemalayalam.in എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ പേജ് ഉണ്ടാക്കാം. അതിനുള്ള എൻവിറോൺമെൻറ്റ് ഇതാണ്. അതായത് നമ്മൾ godaddy.com പോയിട്ട് codemalayalam.in എന്ന് പറഞ്ഞിട്ടൊരു ഡൊമൈൻ നെയിം മേടിച്ചിട്ടുണ്ട്. സോ അതൊരു വെബ് സെർവറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ ഈ ഫോൾഡറിനകത്ത് നമ്മൾ ചെയ്യുന്ന വെബ്സൈറ്റ്
നമ്മൾ ഈ സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യും. സോ നമ്മുടെ വെബ്സൈറ്റ് codemalayalam.in എന്ന് പറഞ്ഞ ലിങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സെർവറിൻ്റെ പാർട്ടും ഈ ഡൊമൈൻ്റെ പാർട്ടും ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ഈ കോഡും തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് ഈ കോഡ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗിറ്റ് കമാൻഡ്സുകളാണ് ബേസിക്കലി നോക്കുന്നത്. സോ ഈ മൊത്തം എക്കോസിസ്റ്റം, അതായത് ഏതാണ് ഈ സെർവർ, ഇത് എങ്ങനെയാണ് ഡൊമൈൻ മേടിച്ച് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യാം, ജസ്റ്റ് അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഗിറ്റിന് പ്രത്യേകിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്ന ഗിറ്റ് കമാൻഡ് പഠിക്കാൻ കുറച്ച് എളുപ്പത്തിലാണെന്ന് മാത്രം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗിറ്റിൻ്റെ ഗ്ലോബൽ കോൺഫിഗറേഷനാണ്. സോ നമ്മൾ ഗിറ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്തെങ്കിൽ കുറച്ച് ഗ്ലോബൽ കോൺഫിഗറേഷൻസ് നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ആ പേജ്. സോ ഇതിൽ ഒരുവിധം എല്ലാം തന്നെ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും, നമ്മളൊന്നും മാറ്റേണ്ടി വരില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും കൊടുക്കണം. ഒന്ന് ഒരു യൂസർ നെയിമും കൊടുക്കണം, ഒന്നൊരു ഇമെയിലും കൊടുക്കണം. ഓക്കെ, ഇതൊരു അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും ഇമെയിലൊന്നും അല്ല. ഫോർ എക്സാമ്പിൾ ഗിറ്റ് ഹബിൻ്റെയോ ബിറ്റ് ബക്കിൻ്റെയോ ഒന്നുമല്ല. നമ്മൾ ഒരു പേരും ഒരു ഇമെയിലും കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്മിറ്റും ആരാ ചെയ്തതെന്ന് ഗിറ്റിന് അറിയാൻ വേണ്ടിയാണ്. സോ നമ്മൾ ഈ യൂസർ നെയിമും ഇമെയിലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കമ്മിറ്റിൻ്റെ ഒപ്പവും ഈ യൂസർ നെയിമും ഇമെയിലും പോകും. അപ്പോൾ കമ്മിറ്റ് ചെയ്യണക്കാട്ടി പിന്നെ എന്തായാലും ഇത് കൊടുത്തിരിക്കണം. ഇത് ഒരു തവണ ചെയ്താൽ മതി, ഒരു യൂസർ, പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് ഉള്ള കമാൻഡുകൾ ഇതാണ്. സോ അത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ പേര് മാറ്റിയിട്ട് എന്ന് കൊടുക്കാം. പിന്നെ ഇമെയിൽ നമ്മുടെ ഇമെയിൽ കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഇനീഷ്യൽ ഗ്ലോബൽ കോൺഫിഗറേഷൻ. ഒരുപാട് കോൺഫിഗറേഷൻ നമുക്ക് ഇനീഷ്യലി നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എഡിറ്റർ മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബ്രാഞ്ച്, ഡീഫോൾട്ട് ബ്രാഞ്ചിൻ്റെ പേര് മാറ്റി കൊടുക്കാം. സോ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, മിക്കവാറും ചെയ്യേണ്ട ആവശ്യം വരാറില്ല. സോ ഇത് രണ്ടും എന്തായാലും കൊടുത്തിരിക്കണം. ഇതാണ് ഗ്ലോബൽ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിലോട്ട് പോവാം. സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഫോൾഡർ. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ ഏതാണോ വർക്കിംഗ് ആ ഫോൾഡറിനകത്തോട്ട് പോകും. ഇപ്പോൾ ഫോൾഡറിനകത്ത് ഒരു ഫയലും ഇല്ല, ഒന്നുമില്ല. സോ നമ്മൾ പുതിയതായിട്ട് ഫയൽസ് ഉണ്ടാക്കാൻ പോകുന്ന വെബ്സൈറ്റിന് വേണ്ടിയിട്ട് അത് ഗിറ്റുമായിട്ട് ട്രാക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, സോ ഗിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കമാൻഡ് നമ്മൾ പഠിക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ആണ്. ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഇത് നമ്മുടെ കൺസെപ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡയറക്ടറിയുടെ സ്റ്റാറ്റസ് എന്താണ്, അതായത് ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ ഫയൽ മോഡിഫൈ ആയിട്ടുണ്ട്, ഏതൊക്കെ കമ്മിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്, അത്തരത്തിലുള്ള സ്റ്റാറ്റസുകൾ തരുന്ന കമൻറ്റാണ് ഗിറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡയറക്ടറിനകത്ത് പോയിട്ട് നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ ഗിറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് അറിയും. സോ ഇപ്പോൾ എന്താ പറയുന്നത്, ഇതൊരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല എന്നാണ് പറയുന്നത്. ഒരു ഡയറക്ടറി, നമ്മുടെ ഫയൽസൊക്കെ ഉള്ള ഡയറക്ടറിനെ പറയുന്നത് റെപ്പോസിറ്ററി എന്നാണ് പറയുന്നത്, നമ്മുടെ കോഡുള്ള ഡയറക്ടറി. ആ റെപ്പോസിറ്ററി ഗിറ്റ് മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോൾഡർ ഉണ്ട്, .git എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡർ ഉണ്ടെങ്കിലാണ് ഗിറ്റ് അത് മനസ്സിലാക്കുക അതൊരു ഗിറ്റ് റെപ്പോസിറ്ററി ആണെന്ന്, അല്ലെങ്കിൽ അതൊരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല. ഓക്കെ, ഇപ്പോൾ ഇതൊരു എംപ്റ്റി ഫോൾഡർ ആയതുകൊണ്ട് ഇതൊരു ഗിറ്റ് റെപ്പോസിറ്ററി അല്ല. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ആ ഫോൾഡറാണ് ഇവർ ഗിറ്റിൻ്റെ ഫയൽസ് ബാക്കപ്പ് ചെയ്യാനും വെർഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഡയറക്ടറി ഉണ്ടാവുന്നത്. ഓക്കെ, സോ അടുത്ത കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ്. ഏത് ഡയറക്ടറിയിലാണോ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ആ ഡയറക്ടറിയിൽ പോയിട്ട് ഗിറ്റ് ഇനിറ്റ് അടിക്കുക. ഇതിനകത്ത് ഓൾറെഡി ഫയൽസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഫയൽസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഗിറ്റ് ഇനിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അവനൊരു പുതിയ റെപ്പോസിറ്ററി ബാക്കപ്പ് ഡയറക്ടറി ഉണ്ടാകും, .git. ഓക്കെ, ഇനി ഈ ഡയറക്ടറിക്കകത്ത് .git എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് LS അടിച്ച് നോക്കാം. ഓക്കെ, സോ LS അടിക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടായ .git എന്ന് പറഞ്ഞ ഡയറക്ടറി ഒരു ഹിഡൻ ഡയറക്ടറി ആയിരിക്കും. അപ്പോൾ LS-all എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഹിഡൻ ഡയറക്ടറി നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഫോൾഡറിനകത്ത് കയറി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊരു അഡ്വാൻസ്ഡ് ഗിറ്റ് യൂസർ അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു ഡയറക്ടറി ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഗിറ്റ് ഇനീഷ്യലൈസ് ആയി കഴിഞ്ഞു. ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുന്നത് ഓരോ റെപ്പോസിറ്ററിക്കും ചെയ്യണം. അപ്പോൾ നമുക്കൊരു 5 പ്രൊജക്റ്റ് ഉണ്ട്, 5 പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഓരോ ഡയറക്ടറിക്കകത്തും പോയിട്ട് ഗിറ്റ് ഇനിറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. സോ ഈ ഫോൾഡറിൽ നമ്മൾ ഗിറ്റ് ഇനിറ്റ് ചെയ്തു. ഇനി ഗിറ്റിൻ്റെ സ്റ്റാറ്റസ് നോക്കി എന്ത് പറ്റും, നോ കമ്മിറ്റ് സ്റ്റേറ്റ്. നമ്മളിതൊരു കമ്മിറ്റും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ബ്രാഞ്ചിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട്. ബ്രാഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ബ്രാഞ്ചിൻ്റെ പേര് മെയിൻ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തൊരു ഫസ്റ്റ് ഫയൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ ഡയറക്ടറിക്കകത്തൊരു ഫയൽ ഉണ്ടാകണം. സോ അതിന് നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. VS കോഡ് ഈ ഡയറക്ടറി തന്നെ ഓപ്പൺ ചെയ്യാൻ ഒരു കമാൻഡ് ഉണ്ട്, കോഡ് എന്ന് പറഞ്ഞിട്ട് ഡോട്ട് കൊടുത്താൽ മതി. അപ്പോൾ VS കോഡ് ഓപ്പണായി. ഇനി ഇതിനകത്ത് നമുക്ക് ഫയലിടാം. ഓക്കെ, index.html എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കി നമ്മൾ ബേസിക് HTML കോഡ് അതിനകത്ത് ആഡ് ചെയ്തു. ഇനി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ഫയൽ കാണിച്ചത്. പക്ഷേ ഈ ഫയൽ നമ്മൾ ഗിറ്റിനോട്ട് ഇതുവരെ ആഡോ കമ്മിറ്റോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗിറ്റിന് ഈ ഫയൽ ട്രാക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അതാണ് അൺട്രാക്ഡ് ഫയൽസ്. ഗിറ്റിനകത്തോട്ട് ഇതുവരെ ഈ ഫയൽ ആഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു അൺട്രാക്ഡ് ഫയലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ആഡ് കമ്മിറ്റ് എന്ന 2 കമാൻഡുകളാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കമ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് ഫയൽസിൽ നിന്ന് ഏത് ഫയലൊക്കെ വേണമെന്ന് നമ്മൾ പിക്ക് ചെയ്യണം. ആ പ്രോസസ്സിന് പറയണവരെ ഫസ്റ്റ് ആഡ് ചെയ്യുക, ഏതൊക്കെ ഫയൽ കമ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പിക്ക് ചെയ്യുക. അതിനുശേഷം ഈ പിക്ക് ചെയ്ത ഫയലെല്ലാം ഒരുമിച്ച് കമ്മിറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കൂടുതൽ ഫയൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യുക. ഫസ്റ്റ് അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ആഡ്, ഫയൽ നെയിം കൊടുക്കുക, എൻ്റർ അടിക്കുക. എന്നിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കുക. എന്ത് പറ്റും? ചേഞ്ചസ് ടു ബി കമ്മിറ്റഡ്. ഏതൊക്കെ ഫയൽ പിക്ക് ചെയ്തു നമ്മൾ ആഡ് ചെയ്യാൻ, ഓക്കെ, അതെല്ലാം ഇവിടെ കാണിക്കും. വേറെ ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, അങ്ങനെ പിക്ക് ചെയ്ത ഫയലിനെ സ്റ്റേജ്ഡ് ഫയൽസ് എന്നും പറയാറുണ്ട്. ഇനി നമ്മൾ സ്റ്റേജ് ചെയ്ത ഫയൽ തിരിച്ച് അൺസ്റ്റേജ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ചില സമയത്ത് ആവശ്യം വരും. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനി ആഡ് ചെയ്ത ഫയൽ നമ്മൾ ഇനി കമ്മിറ്റ് ചെയ്യാൻ പോകണം. കമ്മിറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഗിറ്റ് കമ്മിറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫയൽ നമ്മൾ ആഡ് ചെയ്തോ അതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് കമ്മിറ്റ് ആവും. അപ്പോൾ ഇങ്ങനൊരു വിം എഡിറ്റർ തുറന്ന് വരും. ഈ ഹാഷ് ഇട്ടിട്ടുള്ളതൊക്കെ നമ്മുടെ മെസ്സേജിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി നമ്മളിത് ഈ ഹാഷിൻ്റെ മുകളിൽ ടൈപ്പ് ചെയ്യുന്നത് മാത്രമേ കമ്മിറ്റ് മെസ്സേജിനകത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കമ്മിറ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ലൈൻസ്. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഫയലാണ്, പുതിയ ഫയൽ ആഡ് ചെയ്യാൻ പോവാണ്, കമ്മിറ്റ് ചെയ്യാൻ പോവാണ് ഈ കമ്മിറ്റിലുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിമ്മിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഐ അടിച്ച് ഇൻസേർട്ട് മോഡിൽ പോവുക. എന്നിട്ട് നമ്മളുടെ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കുക. ക്രിയേറ്റ് index.html എന്ന് പറഞ്ഞൊരു കമ്മിറ്റ് മെസ്സേജ് എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അവിടെ. ഓക്കെ, escape:_wq എന്ന് പറഞ്ഞിട്ട് ഈ എഡിറ്റർ സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഫയൽസ് കമ്മിറ്റായി. സോ ഇനി നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. എല്ലാം ക്ലീനാണ്. അത് ഇനിയൊന്നും കമ്മിറ്റ് ചെയ്യാനില്ല, ഫയലൊന്നും മോഡിഫൈ ചെയ്തിട്ടില്ല, ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, എല്ലാം ക്ലീനാണ്, എല്ലാം കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ വർക്കിംഗ് ഡയറക്ടറി ക്ലീൻ ആണെന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു ഫയൽ ഉണ്ടാക്കാം. readme.md എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാം. നമ്മുടെ ഇൻഫോർമേഷൻ ഏതാണ് ജസ്റ്റ് ചുമ്മാ ടെസ്റ്റ് എന്ന് വെറുതെ ടെസ്റ്റ് എന്ന് കയറ്റാം. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് എന്ത് പറ്റും? ഒരു അൺട്രാക്ട് ഫയൽ ഉണ്ട്. ഓക്കെ, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിറ്റ് ആഡ് readme.md കൊടുത്തു, പിന്നെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു. അപ്പോൾ അത് സ്റ്റേജ്ഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ അത് കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ വിം എഡിറ്റർ തുറന്ന് കമ്മിറ്റ് ചെയ്തു. ഇപ്രാവശ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. -m എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ കോഡ്സിനകത്ത് മെസ്സേജ് കൊടുക്കാം, വിം എഡിറ്റർ തുറക്കാണ്ട് തന്നെ. സോ സിംഗിൾ ലൈൻ കമ്മിറ്റ് മെസ്സേജിനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. ചുമ്മാ എന്തെങ്കിലും കൊടുത്താൽ ഇനീഷ്യൽ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കമ്മിറ്റ് മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സോ അതും കമ്മിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 2 കമ്മിറ്റ് നമ്മൾ ചെയ്തു. സോ ഇതുവരെ നമ്മൾ ചെയ്ത കമ്മിറ്റ്സൊക്കെ കാണണമെങ്കിലുള്ള കമാൻഡാണ് ഗിറ്റ് ലോഗ്. ഓക്കെ, സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് index.html ഇനീഷ്യൽ 2 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഉണ്ട് നമ്മൾ കൊടുത്ത ഗ്ലോബൽ കോൺഫിഗറേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പേരും ഇമെയിലും ഇവിടെ വന്നിട്ടുണ്ട്, ഡേറ്റുകളുണ്ട്. പിന്നെ ഇതാണ് കമ്മിറ്റ് ID. സോ ഓരോ കമ്മിറ്റിനും ഓരോ യുണീക്ക് ID ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൊടുത്ത കമ്മിറ്റ് മെസ്സേജുകൾ. സോ ഇത്ര നമുക്ക് കാണാൻ പറ്റും. സോ ഇനി ടെർമിനൽ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ അത് ലിനക്സിൻ്റെ കമാൻഡാണ്. ക്ലിയർ എന്ന് അടിച്ചാൽ മതി. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ലോഗുകളും സ്റ്റാറ്റസൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലിയർ അടിക്കാം. ക്ലിയർ അടിച്ചാൽ ടെർമിനൽ ക്ലിയർ ആവും. സോ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇവിടെ നിർത്താം. അതാണ് ഇഗ്നോർ. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റിനകത്ത് നമുക്കൊരു ഫോൾഡർ വേണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിനകത്ത് നമ്മളടുത്തൊരു ഫയലുണ്ട്, upload.sh എന്നൊരു ഫയലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സ്ക്രിപ്റ്റ് എഴുതണം. ഈ സ്ക്രിപ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിലോട്ട്, അതായത് നമ്മുടെ സെർവറിലോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് കോഡാണ്. സോ നമുക്കിത് വെർഷൻ ചെയ്യേണ്ട ഗിറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഇഗ്നോർ എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ ഉപയോഗിക്കുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു ഫയൽ നമ്മളിവിടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻ എന്ന് പറയുന്നത് ഡയറക്ടറി അൺട്രാക്ഡ് ആണ്. അതിനകത്ത് ഇഷ്ടംപോലെ ഫയൽസ് ഉണ്ടാവും, അത് അൺട്രാക്ഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിത് ബിന്നിനെ ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറിനോ ഫയലിനോ ഇഗ്നോർ ചെയ്യണം. സോ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിൻ്റെ റൂട്ട് ഫോൾഡറിനകത്ത്, അതായത് ഏറ്റവും മുകളിലെ ഫോൾഡറിനകത്ത് .git ignore എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കുക. ഏറ്റവും റൂട്ടിലുണ്ടാക്കണം. ഓക്കെ, ഒന്നിനും സബിനകത്തായിരിക്കും, ഏറ്റവും റൂട്ടിലുണ്ടാക്കണം. എന്നിട്ട് ആ ഫയലിനകത്ത് നമുക്ക് ഏതൊക്കെ ഡയറക്ടറി ആണോ നമുക്ക് ഇഗ്നോർ ചെയ്യുന്നുണ്ട് അതിങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് എന്ത് പറ്റും?
ആ ബിൻ എന്ന് പറഞ്ഞ ഡയറക്ടറി കാണാനില്ല. നേരെ മറിച്ച് പുതിയൊരു ഫയൽ നമ്മൾ ഉണ്ടാക്കി ഗിറ്റ് ഇഗ്നോർ, ഓക്കെ, അത് ട്രാക്ക് ചെയ്തില്ല. ആ ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഗിറ്റുമായിട്ട് ട്രാക്ക് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഈ ഗിറ്റ് ഇഗ്നോർ ഈ ഗിറ്റ് ട്രാക്ക് ചെയ്യും, പക്ഷേ ഗിറ്റ് ഇഗ്നോറിനകത്തുനിന്ന് പറഞ്ഞ ഒരു ഫയലും അല്ലെങ്കിൽ ഒരു ഫോൾഡറും ഗിറ്റ് ട്രാക്ക് ചെയ്യത്തില്ല. ഓക്കെ, സോ നമുക്ക് ഗിറ്റ് ഇഗ്നോറും കൂടി ആഡ് ചെയ്യാം. കമ്മിറ്റ് ആഡഡ് ഗിറ്റ് ഇഗ്നോർ. ഓക്കെ, നമ്മുടെ ഗിറ്റ് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ 3 കമ്മിറ്റായി. ഇനി നമ്മൾ ഈ ബിന്നിനകത്ത് എത്ര ഫയൽസോ എത്ര ഫോൾഡേഴ്സോ ഉണ്ടാക്കിയാലും നമ്മുടെ ഗിറ്റ് അതിനെ ട്രാക്ക് ചെയ്തില്ല. ന്യൂ ഫയൽ ഉണ്ടാക്കി test.txt. ഓക്കെ, നമ്മളിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ അത് കാണിക്കത്തില്ല, കാരണം ആ ഡയറക്ടറി മൊത്തത്തിൽ അവൻ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്രയും കൺസെപ്റ്റേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ ബാക്കി കമാൻഡുകളും പിന്നെ ഈ കമാൻഡുകൾ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് വരുന്ന വീഡിയോയിൽ നോക്കാം. സോ അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസ് അപ്പ് തരിക. ഈ ചാനലിൽ ജാവ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.